മസാലയാണ്. മക്രോണി ആദ്യം വേവിച്ചെടുക്കണം. ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് വെള്ളം പിന്നെ ഓയില് ഉപ്പ് മസാലപ്പൊടിയൊക്കെ ഇട്ട് ആദ്യം ഒന്ന് വേവിക്കാൻ വെക്കാം. എന്നിട്ട് നമുക്ക് ബാക്കി ഐറ്റംസ് എന്തൊക്കെ വേണമെന്ന് നോക്കാം. നമ്മുടെ മക്രോണി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മക്രോണി മസാലയ്ക്ക് വേറെ എന്തൊക്കെ വേണമെന്ന് നോക്കാം. ചെറുതായിട്ട് കട്ട് ചെയ്ത സവാള എടുത്തിട്ടുണ്ട്, ചെറുതായിട്ട് കട്ട് ചെയ്ത് തക്കാളി എടുത്തിട്ടുണ്ട്, ഇത് ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തേക്കുന്നത്, ഇത് വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്ത് പച്ചമുളക്. ഞാനൊരു പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്, പിന്നെ ഫ്രോസൺ ഗ്രീൻ പീസ്, ക്യാരറ്റ്, ബീൻസ്, ഇത്ര ഐറ്റമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് ഫ്രഷ് ക്രീം വേണം, പിന്നെ ചീസ് വേണം, പിന്നെ ടൊമാറ്റോ കെച്ചപ്പ് വേണം. അപ്പോൾ നമുക്ക് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. എണ്ണ ഒന്ന് ചൂടാവട്ടെ. അപ്പം ആദ്യം നമുക്ക് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കണം. നമ്മൾ സൂക്ഷിച്ചിട്ടില്ലെങ്കിൽ ഇതേപോലെ അബദ്ധങ്ങളൊക്കെ പറ്റാം. ചിലപ്പോൾ ബാക്കിയുള്ള ഐറ്റമൊക്കെ ആദ്യം വീഴും. ഇതിലേക്ക് സവാള ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഇതൊരു ഗോൾഡൻ കളർ ആവുന്നവരെ നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഇനി നമ്മൾ ഇതിന്റെ അകത്ത് ഇട്ട് കൊടുക്കാൻ പോകുന്നത് തക്കാളി. ഇനി ഇതിലേക്ക് ആദ്യം നമുക്ക് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. മസാലപ്പൊടി കേക്കിടയിൽ നിന്ന് കുറച്ച് വീണ് ബാക്കി കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം, ഒരു 1 ടേബിൾ സ്പൂൺ. ഇനി നമുക്ക് ഇതിലേക്ക് വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിൽ ക്യാപ്സിക്കം ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം, സ്വീറ്റ് കോൺ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഇതിൽ ഇത് 4 ഐറ്റം മാത്രം ആഡ് ചെയ്തിട്ടുണ്ട്. സമയത്ത് നമുക്ക് ഇച്ചിരി ഉപ്പ് ആഡ് ചെയ്തു. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്തു. ഇത് ആവശ്യത്തിനുള്ള വെള്ളം വേണം. ഇത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇതിപ്പോ നന്നായിട്ട് തിളയൊക്കെ വന്നിട്ടുണ്ട്. ഇതിപ്പോ കംപ്ലീറ്റ് കുക്കായിട്ടില്ല, ഒരു പകുതിയൊക്കെ ആയിട്ടുള്ളൂ. നമ്മുടെ വീട്ടിലെല്ലാവർക്കും നന്നായിട്ട് കുക്കാവണം. ഈ സ്റ്റേജിൽ എടുക്കാം കേട്ടോ. ഇനി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് ഫ്രഷ് ക്രീം ആഡ് ചെയ്യുന്നുണ്ട്. 1 ടേബിൾ സ്പൂണോളം ആഡ് ചെയ്യണം, ചെറിയ സ്പൂണാണ്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് വീണ്ടും നമുക്കൊന്ന് മൂടി വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ വെജിറ്റബിള് കുക്കായിട്ടുണ്ട്. ഈ ടൈമിൽ നമ്മൾ ആ ഒരു ചെറിയൊരു പീസ് ചീസ് ഇതിൽ ആഡ് ചെയ്യണം. അതും നന്നായിട്ട് മിക്സ് ചെയ്ത്. പിന്നെ നമുക്കിതിലേക്ക് നമ്മുടെ മക്രോണി ആഡ് ചെയ്ത് കൊടുക്കാം. ചിലവർക്ക് ചീസ് അധികം ഇഷ്ടമായിരിക്കും. അങ്ങനെയാണെങ്കിൽ വേണമെങ്കിൽ കുറച്ച് ചീസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. പിള്ളേർക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും, കാരണം അധികം എരിവ് ഉണ്ടാവില്ല. നമ്മൾ മസാലകൾ ആഡ് ചെയ്യുന്നുണ്ടെങ്കിലും ചീസും ക്രീമൊക്കെ വരുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. മക്രോണി നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മക്രോണി റെഡിയായി. അപ്പോൾ നമുക്കിനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയാലോ?